hello. Welcome back to a brand new episode of Happy High. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് മക്കയിലെ ഷൗക്കിയയിലുള്ള ഒരു കടയിൽ വന്നതാണ്. ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലേ. അപ്പം ആ ഒരു ചൂടിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല തണുത്തത് എന്തെങ്കിലും കഴിക്കാന്നുള്ളൊരു ഐഡിയയിലാണ് പുറത്തിറങ്ങിയത്. പക്ഷെ ഇവർക്ക് ആർക്കും ഐസ്ക്രീം വേണ്ട, ജ്യൂസ് വേണ്ട. അപ്പം തണുത്തതാവണം, ഇറ്റ് ഷുഡ് ബി സംതിങ് സ്പെഷ്യൽ. അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചതാണ് ഇതല്ല, അതാ അവിടെ നോക്കൂ, B11. അപ്പൊ നമ്മൾ എന്നുള്ളത് ഷൗക്കിയ B11ലാണ്. ഇവിടെ എന്തൊക്കെയാ സ്പെഷ്യൽ നമുക്ക് അകത്ത് പോയി നോക്കാം. അപ്പോൾ ഇവിടെ B11 പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ക്രീം തലക്രീം ദുബായ് എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇത് എന്താണെന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ നമ്മുടെ ഒരു ഫ്രണ്ട് ട്രൈ ചെയ്തിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് ഓർഡർ ചെയ്തത്. ഇതൊരു പുതിയ ഐറ്റമാണ് കേട്ടോ ഇവിടെ. സോ നമുക്കിത് നോക്കാം. 31 റിയാലാണ്. സോ വി ആർ വെയിറ്റിംഗ്. അവരത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ലൈവായിട്ടാണ് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. അപ്പം നമ്മളത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സാധനം കൈ കിട്ടിയിട്ടുണ്ട്. ക്രീം ദലക്രീം ദുബായ്. ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ ഡൈനിങ് ഇല്ല, അതുകൊണ്ട് നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോയിരുന്നിട്ട് കഴിച്ചു നോക്കാം. ഇല്ല, അപ്പോൾ നമ്മളിതാ ഇവിടെ ഈ B11 തന്നെ അടുത്തുള്ള ഒരു സ്ഥലമാണ് സൈനബ് വാക്ക് വേ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് പറയണത്. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ടൊരു വീക്കെൻഡിലൊക്കെ വന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാനും, അതുപോലെ കുട്ടികൾക്ക് ഓടിച്ചാടി നടന്ന് കളിക്കാനും, പിന്നെ അത് സൈക്കിളൊക്കെ ഉണ്ടെങ്കിൽ സൈക്കിൾ ഓടിക്കാനും, അതിൽ സ്കേറ്റിങ് ചെയ്യാനും ഒക്കെ സൗകര്യമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ട് ഏതായാലും വീക്കെൻഡല്ലേ, കുട്ടികൾ കുറച്ചായി പുറത്തേക്ക് ഇറങ്ങി കളിക്കുകയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ പുറത്ത് പോയി കളിക്കാനൊരു സൗകര്യം ഇല്ല സൗദിയിൽ. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ പബ്ലിക് പാർക്കുകളാണ്. അതേപോലുള്ളൊരു സ്ഥലമാണ് സൈനബ് വാക്ക് വേ ഷൗക്കിയയിലുള്ളത്. ഞങ്ങൾ എപ്പോഴും ഫാമിലി ആയിട്ട് ഇവിടെയാണ് വരാറുള്ളത്, കാരണം നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ വൃത്തിയായിട്ട് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് നമ്മൾ B11ആയിട്ടപ്പോൾ ഇന്നിവിടെ വന്നിക്കാണ്. B11 കഴിച്ച് അതിൻ്റെ റിവ്യൂ പറയാം. കുട്ടികൾക്ക് കുറച്ച് നേരം കളിക്കണം, അതുപോലെ സൈക്കിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ആ വിശേഷങ്ങളിലോട്ട് പോകാം. നമുക്ക് ഇതിനകത്തിരുന്ന് കഴിക്കാം, ഇവിടെ ഇരിക്കാം. കഴിച്ച് കഴിഞ്ഞിട്ട് സൈക്കിൾ എടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ B11 പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്രെം ഡി ലാ ക്രെം ദുബായ്. ഓക്കെ, സ്പൂണൊക്കെ തന്നിട്ടുണ്ട്. എല്ലാവർക്കും സ്പൂൺ എടുത്തോ, സ്പൂൺ എടുത്തോ എല്ലാവരും. റെഡിയാണോ? അപ്പം നമുക്ക് തുറന്നു നോക്കാം. ഇതിനകത്ത് ഇതിൻ്റെ പാക്കിങ്ങിൻ്റെ സ്ട്രോബെറി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ചോക്ലേറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ, ഒബിയസ്ലി ക്രീം ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ഇനി നമുക്ക് ഒരു ബോക്സാണ് വരുന്നത്. ആ ബോക്സ് പുറത്തെടുക്കാം, പിടിച്ചു വച്ചു. തുറക്കുമ്പോൾ തന്നെ നമ്മുടെ പിക്ചറിൽ കണ്ട പോലെ നല്ല ചോക്ലേറ്റ്സ് ഉണ്ട്, നിറച്ച് സ്ട്രോബെറി ഉണ്ട്. പിന്നെ എൻ്റെ അടിയിൽ സൈഡിൽ കൂടെ നോക്കുമ്പോൾ ക്രീം ഉണ്ട്,
ബേസിലൊരു കേക്ക് പോലെയാണ് കാണുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഉള്ളതെല്ലാം സ്ട്രോബെറി ആണ് കേട്ടോ. അടിയിൽ നല്ല ക്രീമുണ്ട്. അപ്പം ഈ സ്ട്രോബെറി ക്രീം, ചോക്ലേറ്റ്, അതുപോലെ നമ്മുടെ പിസ്താഷ്യോ കുനാഫ ഉണ്ട്. വായിൽ വെച്ചാൽ അലിഞ്ഞു പോവും. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ അത് പോരാ. സൂപ്പർ ഇസ് നോട്ട് ഇനഫ് ടു ഡിസ്ക്രൈബ് ദിസ്. ഒരു 4-5 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. പക്ഷെ ഇത് മൊത്തം ഞാൻ തന്നെ കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത്ര നല്ല ചോക്ലേറ്റ് ആണെങ്കിലും അതിനകത്തിട്ടേക്കുന്ന സ്ട്രോബെറി ആണെങ്കിലും ആ ഒരു മിൽക്ക് ബേസ് ചെയ്തിട്ടുള്ള കേക്ക് ആണെങ്കിലും നമ്മുടെ നാട്ടിലെ ട്രഷ്ലെസ് കേക്ക് ഒക്കെ ഇല്ലേ, അതേപോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് താഴേക്ക് എനിക്ക് തോന്നുന്നത്. ഒരു കേക്കിൻ്റെ ബേസ്, ഒരു ക്രീം, നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അത് സ്ട്രോബെറി, ചോക്ലേറ്റ്, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മാറ്റി നോക്കുമ്പോൾ ഇങ്ങനെ ഇതാ കുനാഫ കാണാം. കുനാഫ, ഈ കുനാഫയുടെ ക്രിസ്പിനെസ്സും ആ ചോക്ലേറ്റും പിന്നെ ആ ക്രീമിൻ്റെ സോഫ്റ്റ്നെസ്സും എല്ലാം കൂടെ ഇറ്റ്സ് I cannot even explain. I cannot even wait. സൂപ്പർ. ഇങ്ങനെ വായിൽ വെച്ച് നമ്മൾ അലിഞ്ഞു പോവാണ്. ആ ക്രിസ്പി അടിപൊളിയായിട്ടുണ്ട്. എല്ലാരും കൂടെ അറ്റാക്ക് ചെയ്തിട്ടാ എൻ്റെ ഡ്രസ്സിലുമായി. എല്ലാരും എൻ്റെ ഡ്രസ്സിലൊക്കെ തട്ടി ഒഴിച്ചു വരും. എല്ലാവരും ആക്രാന്തം പിടിച്ച് തിന്നോണ്ടിരിക്കുക. അത്ര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുത്താല് കുട്ടികൾക്ക് തൊണ്ടവേദന വരും എന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണിത്. മധുരമുണ്ട്, ഓവർ തണുപ്പില്ല. നമുക്ക് ടോൺസിലൈറ്റിസ് അതുപോലത്തെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പിള്ളേർ ഹാപ്പിയാണ്. നമ്മളെപ്പോഴും ഐസ്ക്രീം കഴിച്ച് ബോറടിക്കല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വെറൈറ്റി ഓപ്ഷൻസ് ഒക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ കുട്ടികൾ കളിക്കാൻ പോയി. എല്ലാവരും B11 ക്രം ദുബായ് ഒക്കെ കഴിച്ച് ആ എനർജിക്ക് എല്ലാവരും കളിക്കാൻ പോയി. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് അങ്ങനെ പതിയെ വീട്ടിൽ പോകുമ്പം സമയം ഒരുപാട് വൈകി. നാളെ ഡ്യൂട്ടി ഉണ്ട്. സോ വി ഹാവ് ടു ഗോ ഏർലി. ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ കുട്ടികൾ കളിക്കട്ടെ, എന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ സൗദിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് B11 എല്ലാ B11 ഇത് അവൈലബിൾ. അപ്പോൾ നിങ്ങൾക്ക് B11 ക്രം ദുബായ് ട്രൈ ചെയ്യുക. അത് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക. Please like, share and subscribe. It's me, Alia, signing off from Happy Hive. Bye-bye.